എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവരുടെ ആദ്യത്തെ അന്വേഷണം ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞുതരാം. വെറുതെ ഒരു MBBS പഠിച്ച ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ PG എൻട്രൻസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ. അത് ഓരോന്നിനും ഓരോരോ ഫാക്കൽറ്റീസ്. ഇപ്പോൾ ഗൈനക്കാണെങ്കിൽ ഗൈനക്ക്, പീഡിയാട്രിക് ആണെങ്കിൽ പീഡിയാട്രിക്, അതേ കണക്കുള്ള ഓരോന്നിനും സബ്ജക്ട് എക്സ്പേർട്ടുകൾ. എന്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം? PG എൻട്രൻസ് പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്താ അത് ചൂസ് ചെയ്യാൻ കാരണം? അതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കാനുള്ളത്. കാരണം നിങ്ങളുടെ സിലബസ് MBBS അല്ലേ, നിങ്ങളുടെ PG എൻട്രൻസ് ചോദിക്കുന്നുണ്ട്, അതോട് ബന്ധപ്പെട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത ഫാക്കൽറ്റീസും അങ്ങനെയുള്ളവരായിരിക്കും. ഇനി എങ്ങനെ പഠിക്കണം? എല്ലാവർക്കും ജോലിയുള്ളവർ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതേ കണക്ക് ആദ്യമായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ജോലി ഇല്ലാത്തവരായിരിക്കും PSC കൊണ്ട് ചേരുന്നത്. ചില ലോ റിലേറ്റഡ് ആണെങ്കിൽ ഒരു 80% ആൾക്കാർ ജോലി കാണും. ഇവിടെ എനിക്ക് തോന്നുന്നു ഡോക്ടർമാർ എല്ലാവർക്കും ജോലിയുണ്ട്. പിന്നെ ചില ആൾക്കാർ PG എൻട്രൻസ് പഠിക്കുന്നവരുണ്ട്, അവരും പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളോട് പറഞ്ഞ മിനിമം 3 മണിക്കൂർ, ഓക്കെ, മിനിമം 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ആ പഠിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗുണമെന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഒരു ഭാഗ്യം, നേരത്തെ നമുക്ക് സിലബസ് കയ്യിലുണ്ട്. നമുക്ക് സിലബസ് തപ്പി എവിടെയും പോകണ്ട, സിലബസ് കയ്യിലുണ്ട്. ഞങ്ങളുടെ ജോലി എളുപ്പമാണ്. കാര്യം എന്താ? നമ്മളൊരു ഫാക്കൽറ്റി റിക്രൂട്ട് ചെയ്യുന്നു. സാർ ഈ ടോപ്പിക്കാണ് സാർ എടുക്കേണ്ടത്, ഗൈനക്കാണ് എടുക്കേണ്ടത്. ആ ഗൈനക്കിൽ എല്ലാ ടോപ്പിക്കും നന്നായി പഠിപ്പിക്കണം. മാക്സിമം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ആ ചോദ്യങ്ങൾ കേരള PSC മുന്നേ നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേ ടൈപ്പ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ഉണ്ടായിരിക്കണം. PG എൻട്രൻസ് ചോദ്യം ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഉണ്ടായിരിക്കണം. റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് പറയാനും എളുപ്പമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും എളുപ്പമുണ്ട്. നമ്മുടെ ഈ ഒരു കോഴ്സ് ഈ മാസം അവസാനം ആരംഭിക്കാൻ പോവാണ്. അടുത്ത വർഷം എക്സാം ഉണ്ടാകത്തുള്ളൂ. പഠിപ്പിക്കാൻ സമയം ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളാണ്. കാരണം ഓരോന്നിനും ഓരോ അധ്യാപകർ തന്നെ വേണം, അല്ലേ? ഒരാൾക്കിന് എല്ലാം എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഓരോരുത്തർക്കും ഡിവൈഡ് കൊടുക്കും. സാർ നിങ്ങൾക്ക് ആഴ്ചയിൽ ഇത്ര ക്ലാസ് വേണം. അവർ കൃത്യമായിട്ട് ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് ക്ലാസ് അയച്ചു തരും, കുട്ടികൾക്ക് കൊടുക്കും, അവർ പഠിക്കുക. അവർ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഞങ്ങൾ സ്റ്റഡി പ്ലാൻ നോക്കും. ഇന്ന വീക്ക് ഇത് പഠിക്കുക, അതിൻ്റെ എക്സാം എഴുതുക. നെക്സ്റ്റ് വീക്ക് ഇത് പഠിക്കുക, എക്സാം എഴുതുക. മാസത്തിൽ ഒരു 100 മാർക്കിന് OMR എക്സാം എഴുതുക. ഇങ്ങനെ മുന്നോട്ട് പോകും. കൃത്യമായി പറയട്ടെ, സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കാരണം 962 പേർക്ക് മുന്നേ അഡ്വൈസ് പോയതാണ്. ആ ലിസ്റ്റിലെ 90% ആൾക്കാർ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഒന്ന് പഠിച്ചാൽ ഒന്ന് ശ്രമിച്ച് ജോലി കിട്ടും. പുതിയ ബാച്ച്, നമ്മുടെ ആദ്യത്തെ ബാച്ച് ഈ മാസം അവസാനം ആരംഭിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക്